ഒരു വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് മോണിറ്റർ ചെയ്യുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഓരോ ഡെവലപ്മെൻറ്റ്സും നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്രായത്തിലാണ് കുട്ടി പ്രകടമായ വെർബൽ ഔട്ട്പുട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഒരു 12 മാസം മുതൽ 14 മാസം വരെയാണ് കുട്ടി ചെറിയ ചെറിയ വാക്കുകൾ ലൈക്ക് അമ്മ, അച്ഛ, കാക്ക അങ്ങനത്തെ ചെറിയ ചെറിയ വാക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ കുട്ടി പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓക്കെയാണ്. 2 വയസ്സായ കുട്ടി 2 വാക്കുകൾ കൂട്ടി സംസാരിച്ചു തുടങ്ങും. അച്ഛ, പോകാം, അമ്മ, താ ഇതൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലാണ് അതുവരെയുള്ള ഡെവലപ്മെൻറ്റ് ഓക്കെ ആണെന്ന് പറയുന്നത്. 3 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടി ഒരു മിനി സെൻറ്റൻസ് ഫോം ചെയ്ത് തുടങ്ങും. 3 വാക്കുകളായിരിക്കും ആ സെൻറ്റൻസിൽ അധികവും ഉണ്ടായിരിക്കുക. അമ്മ, ടാറ്റ, പോകാം, അച്ഛ, വൈകിട്ട് വരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് പാത്വേ ഓക്കെ ആണ്. 4 വയസ്സാകുമ്പോഴത്തേക്കും ഒരു കുട്ടി ഒരു ഫോർമൽ സെൻറ്റൻസ് സ്ട്രക്ചർ വളരെ ക്ലിയർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങണം. എന്ന് വെച്ചാൽ കുട്ടിയുടെ സംസാരത്തിന് സ്ഫുടത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചറിൽ കണ്ടന്റ് വേർഡ്സ് ഉണ്ടാവണം, ഫങ്ഷണൽ വേർഡ്സ് ഉണ്ടാവണം, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫില്ലർ വേർഡ്സുകൾ ഉണ്ടാവണം. പിന്നെ കുട്ടി അപ്പോഴത്തേക്കും സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏജാണ് 4 വയസ്സെന്ന് പറയുന്നത്. കുട്ടി സ്കൂളിൽ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ വന്ന് നരേറ്റ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങളുടെ കുട്ടി ഇതിലേതെങ്കിലും ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ആയിട്ടില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഡിലേ നോട്ട് ചെയ്യുവാണെങ്കിൽ എത്രയും വേഗം ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കോൺടാക്ട് ചെയ്യുക. അവർ തരുന്ന ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക, വീട്ടിലും ഫോളോ ചെയ്യുക. ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് 1 വയസ്സിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം നോട്ടീസ് ചെയ്യുവാണെങ്കിൽ ഇൻ്റർവെൻഷൻസിലേക്ക് പോവുക, സ്റ്റാർട്ട് ചെയ്യുക. ഇൻ്റർവെൻഷൻസ് എത്രയും വേഗം കുട്ടിയെ നോർമൽ സ്പീച്ചിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും.